എല്ലാവർക്കും നമസ്കാരം. ഞാൻ സേതു. ഞാനിപ്പോൾ ഉള്ളത് ടാൻസാനിയയിലാണ്. കലാമണ്ഡലം കമ്മിറ്റി നടത്തുന്ന പിക്നിക് പ്രോഗ്രാമിലാണ് ഉള്ളത്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ബീച്ചിലാണ്, മാംബോ ബീച്ച് എന്ന് പറയും. അപ്പം ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ് ആക്ച്വലി. അപ്പം ഇന്നത്തെ ഈ പിക്നിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എത്തിത്തുടങ്ങുന്നു. മലയാളികൾ എല്ലാവരും ഉണ്ട്, ഒട്ടുമിക്ക മലയാളികളും ഇന്ന് എത്തിച്ചേരുന്നു. അപ്പം ഇന്ന് ഒരു പ്രത്യേക തീമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൻപുറം സെറ്റപ്പും ഒരു കള്ളിഷാപ്പും ചായക്കടയും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലൂണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലൂണെന്ന് എഴുതിയിട്ടേ ഉള്ളൂ, എന്നാൽ വീട്ടിൽ ബിരിയാണിയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഒരു വലിയ വിരുന്നായിരിക്കും. എല്ലാവരും എത്തിത്തുടങ്ങുന്നു. എല്ലാവരെയും സഹായം ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഓരോ കമ്മിറ്റി അംഗങ്ങളും. അപ്പം ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.
ചേരാം മലയുടെ മാറുമറയ്ക്കാൻ ചേല ഉറുക്കാൻ മഞ്ഞു പുകച്ചിടാം ഇണങ്ങാതെ ഇണങ്ങിടാം ഇരിങ്ങാതെ പറന്നിടാം ആയിലേ കുയിലേ വെയിലേ മുകിലേ വെറുതെ അലയാമടിലേ ഇതിലേ ഉയരേ അഴകിൻ വഴിയേ മേലെ മേലെ വാരിലെ നീലവാരിലെ പറവകളായിടാം ഓ കണ്ണും കണ്ണും തേടി ഒഴിഞ്ഞു കണ്ടു കണ്ടില്ല മനസ്സിൽ നിറയെ മണക്കുടിയ ആകാശത്തോപ്പിൻ കിന്നരം ആകാശത്തോപ്പിൻ കിന്നരൻ മണിവളക്കിരുങ്ങണ കയ്യാലെ വിരലുട്ടി വിളിക്കണതാരാണ് മണിവളക്കിരുങ്ങണ കയ്യാലെ വിരലുട്ടി വിളിക്കണതാരാണ് ഉഴുത്തിങ്ങൾ ഉദിക്കണ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴക്കാവേ കളിയാടി പാടാം നേരമാ.
जहाँ नहीं जाना था ये वही चला है रे उम्र का ये ताना बाना समझ न पाए रे सुबह पे जो मोह माया नमक लगाए रे कि देखे रे बारे जाने लगाए रे दिशाहारा क्यों मुंबुका मुंटारे ഇതുവരെ പാട്ടായിരുന്നു. ഇനി നമുക്കൊരു കവിത കേട്ടാലോ? മനോജിന്റെ അമ്മ ഇവിടെ ഒരു കവിത ചൊല്ലാൻ പോവാണ്. എല്ലാവരും ഇതിൽ കൈയടിക്കണമെന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. കവിതയ്ക്ക് കൈയടിക്കണമെന്ന് വെച്ചാൽ ഇച്ചിരി പാടുള്ള കേസാണ്. കേൾക്കുക, ആസ്വദിക്കുക, എന്നിട്ട് കൈയടിക്കുക. ഓക്കെ? ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടി നിൻ കുടക്കീഴിൽ ഞാൻ വന്ന നാൾ കാറ്റാലെ നിൻ ഈരൻ മുടി ചേരുന്നു നിൻ മേലാകവേ നീളുന്നൊരീ മൺപാതയിൽ തോളോടു പോയില്ലയോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടി നിൻ കുടക്കീഴിൽ ഞാൻ വന്ന നാൾ. ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയ ചില ഗെയിംസ് ഉണ്ട്. നമ്മൾ മല്ലൻ മല്ലത്തി പ്ലാൻ ചെയ്തിരുന്നു. ആരെങ്കിലും തയ്യാറാണോ? ഇപ്പോ ഈ വേദിയിൽ വെച്ച് നമുക്കൊരു മല്ലൻ മല്ലത്തി, മറ്റൊന്നുമല്ല പഞ്ചഗുസ്തിയാണ്, ആം റെസ്ലിംഗ്. ആരൊക്കെ തയ്യാറാണ്? ഇതിൽ വെയിറ്റോ ഹെൽത്തോ ആരോഗ്യമോ അതൊന്നും ഘടകമല്ല. ആർക്കും പങ്കെടുക്കാം, ആർക്കും മത്സരിക്കാം, ആർക്കും അഗെയിൻസ്റ്റ് മത്സരിക്കാം. ആരൊക്കെ തയ്യാറാണ്? ആർക്കും മുന്നോട്ട് വരാം. ഈ സ്റ്റേജിൽ, ഈ വേദിയിൽ വെച്ച് തന്നെ നമുക്ക് ആ മത്സരം. ആരൊക്കെ തയ്യാറാണ്? IPL കാണുന്ന എല്ലാ സഹോദരന്മാരോടും കൂടെ ആണ്ടോ എന്നെ തെറി പറയാ. അവസ്ഥ ആലോചിച്ച് നോക്കി. മല്ലന്മാരായിരുന്നു കാണുന്നത്. വിവിൻ ചേട്ടാ, മല്ലൻ മല്ലത്തി ലാസ്റ്റ് ബോളോ
ഓക്കെ, അപ്പൊ ആ ഒരു ബോളിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, RCBക്ക് ഒരു ബോളെ 3 റണ്ണ് വേണം. അതാണ് ഇവിടുത്തെ അന്താരാഷ്ട്ര പ്രശ്നം. സോ നമുക്കത് കഴിയട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മല്ലൻ മല്ലത്തിയിൽ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉള്ളവർ മുന്നോട്ട് വരിക. മഹേഷനുണ്ടോ ഒരാള്? ആര് ജയിച്ചു പറ. ആരാ ജയിച്ചേ? ആര് ജയിച്ചു? ക്രിക്കറ്റിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. എന്നാലും ആര് ജയിച്ചു? RCB തോറ്റു. ഓക്കെ, സന്തോഷം. എനിവേ, ഹലോ ശ്രീജേട്ടാ, മല്ലൻ മല്ലത്തി ആരൊക്കെ മത്സരിക്കുന്നുണ്ട്? ഒരാളും ഇല്ല. 2024 ഒരു പട്ടമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇത് മത്സരിച്ചില്ലെങ്കിൽ. ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരിക പ്ലീസ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ജോബിനുണ്ട്, ഇവിടെ വലിയ വലിയ മല്ലന്മാരുണ്ട്, പ്ലീസ്. റോമിയോ ഉണ്ട്. ആരാണ് റെഡി ആയിട്ടുള്ളത്? മല്ലൻ മല്ലത്തി മത്സരത്തിന് ആരൊക്കെ തയ്യാറാണ്? അതെ, ജേക്കബ് തയ്യാറാണ്. വരൂ. ലേനൽ ചേട്ടൻ തയ്യാറാണ്. വരൂ. അപ്പാ എല്ലാരും വായോ. മല്ലൻ മല്ലത്തി മത്സരത്തിന് തയ്യാറായിട്ടുള്ള ആരൊക്കെയുണ്ട് ഇവിടെ? ആദ്യം ഞാനും അജു. ഇതില് പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരിക്കാം. സുനിലുണ്ട്, അടിയോടി സുനിൽ. ആരൊക്കെ തയ്യാറ്? പറ പേരെന്ന് പറഞ്ഞേ. അജു. ജസൻ. ആരാണ് ജസൻ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ജസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ജസൻ എന്ന് പേരുള്ള വ്യക്തി. റെഡി? വിന്നേഴ്സ് എല്ലാവരും ഒന്ന് മാറിയിരിക്കുക. ഓക്കെ, വിന്നേഴ്സ് ഓരോരുത്തരോട് മാറിയിരിക്കുക. സുനിൽ മാറണം, ജേസൺ മാറണം, പിന്നെ ജോബിൻ ഇങ്ങോട്ട് മാറിയിരിക്കുക. പ്ലീസ്, വിജയിച്ചവരൊക്കെ ഇങ്ങോട്ട് മാറിയിരിക്കുക. ഓക്കെ, ജേക്കബും സനിയും തമ്മിലുള്ള മത്സരമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും? ജേക്കബ് അങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, സനി ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. മത്സരമാണ് ഇവിടെ കാണുന്നത്. അടിച്ചിട്ട് അല്ല, ഇപ്പോഴും തോറ്റിട്ടില്ല. അടിപൊളി. മനസ്സ് ജയിക്കുമ്പോ കട്ട മത്സരം. മനസ്സനങ്ങുന്നില്ല. സോബിൻ കഷ്ടപ്പെടുന്നുണ്ട്. അനങ്ങുന്നില്ല. കട്ടക്കഥ കൊടുത്താണ്. ആര് ജയിക്കും? നിങ്ങൾ തീരുമാനിക്കുക. മനസ്സ് കട്ടക്കിരിക്കുന്നു. സോബിൻ പിടി. വിട്ടുകൊടുക്കാതെ സോബിൻ, മുന്നോട്ട് തന്നെ സോബിൻ. ഇല്ല, മനസ്സ് കൊണ്ടുപോകുന്നു. സോബിനെ വിട്ടുകൊടുക്കാതെ മനസ്സെ മുറുക്കെ പിടി. ചുറ്റും നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കൂ. അടി. സൂര്യേട്ടനും ജോർജേട്ടനും തമ്മിലുള്ള അതിവാശിയേറിയ മത്സരമാണ്. സൂര്യേട്ടൻ കൊള്ളാം. രണ്ടുപേരും കണ്ടെങ്കിൽ ജോർജേട്ടൻ മോശമല്ലേട്ടാ, ഈ ഏജിലും കരുത്ത് കളിക്കുന്നുണ്ട്. ഇവരുടെ പേര് പറ. ജസൻ ആൻഡ് ശ്രീജേഷ്. മത്സരമാണ്. അത്യാവശ്യം ചേർന്ന് പോകുന്ന
ടീമുകളാ രണ്ടിനും മോശം. അടി ഓൺ ഈസി ടീം. ആരടിക്കും? ഈ കോർണറിൽ പിടിക്കണം. അവിടെ ആ കോർണർ അടി ആരടിക്കും? ഇതിപ്പോ ജയിച്ചവരൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കണേ. നാളെ മനസ്സിലാകുന്ന ആ ഓക്കെ. അടി ഈസി. ഓ രാജേഷേട്ടൻ കൊണ്ടുപോയ ലക്ഷണം രാജേഷേട്ടൻ കൊണ്ടുപോയി തോന്നുന്നു. രാജേഷേട്ടാ മല്ലത്തിമാരൊക്കെ അവിടെ നിന്നാ മതിയോ? എല്ലാരും പോവാ കേട്ടോ. ആരൊക്കെ ആൻസറിംഗ് വരും. ഓക്കെ റെഡി? റെഡിയാണോ നന്ദു ചേട്ടാ? മിസ്റ്റർ നന്ദു കൺഫേം ആവട്ടെ. ഒന്ന് കൺഫേം ആക്കോ റഫറി. റെഡിയാണോ? റെഡി? ഇതൊരു ഘട്ട മത്സരമാണ്. കമോൺ. ഈസി 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 ഈസി. ഹലോ അടി ആരൊക്കെ? ജോബിൻ ചേട്ടൻ, വിപിൻ ചേട്ടൻ. ജോബിന് സപ്പോർട്ടുള്ളവർ ഇടതുവശവും വിപിന് സപ്പോർട്ടുള്ളവർ വലതുവശവും നിൽക്കേണ്ടതാണ്. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊന്ന് നിർത്താം. ഞാനൊന്ന് പറഞ്ഞോളെ. അപ്പൊ ഓക്കെ സപ്പോർട്ട് വിട്. വിപിൻ ചേട്ടൻ കമോൺ ഈസി. ആരാ ഇവിടെ? ഇപ്പോഴെങ്കിലും തുടങ്ങുമോ റഫറി? ഇപ്പൊ ഇത് മറ്റേ തേങ്ങ ഉടക്കുന്ന അവസരമാണോ? റെഡി? അല്ലല്ല പിടിക്കും പിടിക്കും പിടിക്കും. അർജുന് അർജുന് സി എല്ലാവരും അഭിപ്രായം പറയാ. ഓക്കെ എന്റെ കൈവരൽ പിടിച്ചു ആരാണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇരിക്കും. പെട്ടെന്ന് ഇരിക്കും. യുദ്ധം തുടങ്ങട്ടെ. നമുക്കറിയില്ല വീട്ടിൽ ചെന്ന് മനു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു. കയ്യും കേട്ട് നിൽക്കല്ലേ സ്ട്രൈറ്റ്. റെനിയും നീനയും തമ്മിലുള്ള ഘട്ട മത്സരമാണ്. ഇത് ഫൈനലല്ലേ? ജയിക്കുന്നവർ ഡയറക്റ്റ് ഫൈനലാണ്, തോക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കണം. അർജുനെ സമയമില്ല. റെഡി സ്റ്റാർട്ട്. അപ്പം ഇനി ഫൈനലാണ്. റെഡി റെഡി മുട്ട് രണ്ടും പൊക്കരുത്. ബലം പിടിച്ചോ, ഞാൻ റെഡി എന്ന് പറയാം. റെഡി 1 എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ ബലം പിടിച്ചോ, രണ്ടുപേരും പിടിച്ചോ. ഓക്കെ അല്ലേ? റെഡി ഒരേ ഒരു റൗണ്ട്. രണ്ടുപേരും
ജോബിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്നേഹം ഉണ്ടോ? സ്നേഹം ഓക്കെ. ചെയർമാനാണ് സാക്ഷ്യം കൊടുക്കുന്നത്. മല്ലത്തി മിസ്റ്റർ മല്ലന് ചെയർമാൻ സാക്ഷ്യം കൊടുക്കുന്നതായിരിക്കും. മിസ്റ്റർ മല്ലൻ, മിസ്റ്റർ ജോബിൻ ജി, മിസ്റ്റർ മല്ലൻ കൊടുക്കാം. അടിപൊളി 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 അടിപൊളി. മല്ലത്തി വിളിക്കുന്നു. മല്ലത്തിക്ക് സമ്മാനം കൊടുക്കുന്നത് മല്ലത്തിയുടെ അച്ഛൻ തന്നെയാണ്, മറ്റാരുമല്ല. നമ്മളെ ഗിരീഷനാണ് കൊടുക്കുന്നത്. അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും വലിയ കൈയ്യടി കൊടുക്കുക. എല്ലാ വലിയ മല്ലത്തിമാരെയും തോപ്പിച്ചിട്ടാണ് സാധി വിജയിച്ചിരിക്കുന്നത്. മല്ലത്തി മല്ലത്തി അടിപൊളി. രണ്ടുപേരും നിന്നോ. മല്ലത്തി రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి. కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి. సొగులాడి స్వప్న సుందరి నీ మడత చూపు మా పటేల మల్లె పందిరి. రచ్చరాజు గుండె ఊపిరి నీ వంక చూస్తే గుంటలోన డీరి డిరిడిరి. దానికేమో మేకలిస్తివి, మరి నాకేమో సన్న బియ్యం నువ్వు కలిస్తివి. మేకలేమో మందలుగా పెరిగిపాయ, నాకిచ్చిన నూకలేమో ఒక్క పూట కరిగిపాయ. ఆడపచ్చరాళ్ల జూకాలిస్తివి, మరి నాకేమో చుక్కగళ్ళ కోకలిస్తివి. దాని చెవిలో తూకాలేమో తగా మెరిసిపాయ, నాకు పెట్టిన కోకలేమో పీలికలై సిరిగిపాయ. ఏం రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. ఏం రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. కుర్చీని మార్చబెట్టి సొగులాడి స్వప్న సుందరి నా పటేల మల్లె పందిరి. రచ్చరాజు గుండె ఊపిరి గుండెలోన డీరి డీరి డీడి డీడి.
വെച്ചോളാം തൊട്ടൻ പട്ടുനെറ്റിയിൽ ഉമ്മ വെച്ചോളാം പവിഴ ചുണ്ടിലെ പന്നനൊങ്കിലെ പാൽക്കരനോള പാടം കൊണ്ടോവാം മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം One tapla. Mama do that, Anna Kodi, Mama Dini, Anna Ready, Marida Mechu, Anna Kodi, Mama Dini, Malla Kutte Adi. കണ്ണാടി പോൽ തുള്ളാടുമീ പിന്നാട്ടിൽ നീന്തി വരാ മിന്നാടുമീ പൊന്മീനുമായി കൂത്താടിയാടി വരാ അന്തിമിണങ്ങും പൂന്തണലിൽ ചന്തമിണങ്ങും ചാന്തണിയാ കൊഞ്ചലുമായി പൂങ്കനരും മഞ്ചലിലേറി താങ്ങുയരാ ഒരു നറുമുട്ടായി മനസ്സിന്റെ മാണിച്ചപ്പിൽ കിണുങ്ങിക്കൊണ്ടിണങ്ങിയും പിണങ്ങിയും കുണുങ്ങിയും അലഞ്ഞു വരാം തനതും തനതും തന ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരി കൊട്ടിത്താ തിരികെ വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ട് കണ്ണു പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാത് പൂട്ടിക്കളി അന്ന് പോലെ കളിയൂഞ്ഞാലിലെ കണ്ണലിലാഞ്ഞു മേലെ ചെന്ന് വരാന്ന് പാഞ്ഞു പാഞ്ഞു തേഞ്ഞു മാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ കുളമാണി പിള്ളത്തരമേ നീ കുളമാണി രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണരോള് മരന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചെറു മുഞ്ചുള്ള നാള് ഓളുന്ന പത്ത് കിതാബിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ് രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം തഞ്ചത്തില് താളത്തില് കാനൂട്ടിന് പാടുന്നൊരു ഓളത്തില് കൂട്ടായിട്ടാടാനയാളുണ്ടോ ഓളിനോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത്
പാനി തപ്പിലെ റോഡരികെ ആ തുടി പഞ്ചാരി കൊട്ടിലെ കാതരികെ പ്രേമിക്കൂടൂ നീ സുമ്മവാരികെ മനസ്സങ്ങ് നീറണേ പനിച്ചങ്ങ് കേറണേ ഉള്ളിലിരുന്നാടടി തെലുങ്കനവമലു 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 എൻഡിയാറ് സിറ്റിയിലെ പോയി വരിങ്ക ആ ചാർമിനാറ് പാർക്കിലെ വിൻഡോവിലെ പ്രേമിക്കൂടൂ നീ സുമ്മ ചേർന്നിരിങ്ക മാസ്റ്റർ സയാഗിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സയാഗ് ഇപ്പം ഇന്ന് ആർക്കാണ് ഭാഗ്യം എന്നിപ്പം പറയുന്നതാണ്. സയാഗിന്റെ അച്ഛൻ്റെ കൂപ്പൺ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. ആരുടെയെങ്കിലും കൂപ്പൺ ഇനി ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാനുണ്ടെങ്കിൽ അവർ കൊണ്ടിടുക. ആരുടെയെങ്കിലും കയ്യിൽ സയാഗ് ഒരു കൂപ്പൺ എടുത്തേ. എല്ലാവരും ഒരു നല്ല നമ്പറാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും കൂപ്പണം എടുത്ത് കൈവെക്കുക. ആർക്കാണ് ഇപ്പം മൈക്രോ ഓവൻ കിട്ടുന്നത് നമുക്ക് നോക്കാം. 7 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറെ 7കാർ കൈവെക്കിയിട്ടുണ്ട്. ഒരു 8 ഉണ്ട്. ഒരു 7 കൂടെ ഉണ്ട്. 2 7ഉം ഒരു 8ഉം ഉണ്ട് അതിൻ്റെ അകത്ത്. ആരെല്ലാം നോക്കുക. 2 7 ഒരു 8 ഉണ്ട്. ഞാൻ നമ്പർ ഒന്നുകൂടെ വായിക്കാം. 8 7 7 8 7 7 കടന്നു വരൂ. 8 7 7 എന്നിട്ട് 8 7 7 വിന്നേഴ്സ് എല്ലാവരും ഒന്ന് നല്ല കൈയടിച്ച്. ഇന്ന് മാസ്റ്റർ സയാഗ് അവരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. 8 7 7 ജിജോ ഇന്നത്തെ കലാമണ്ഡലത്തിന്റെ വിന്നർ ജിജോ ആണ്. ജിജോയ്ക്കും ജിജോയുടെ ഫാമിലിക്കും കലാമണ്ഡലത്തിന്റെ എല്ലാ ആശംസകളും. അപ്പം അൻഷാദിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്നത്തെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ജിജോ ഗോൾ അടിച്ചു. അപ്പൊ അടുത്ത പരിപാടിക്ക് ഇനി വേറെ ബീഫും വേറെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനം നമുക്ക് കഴിക്കാം. അപ്പൊ കൺഗ്രാജുലേഷൻ ജിജോ. കലാമണ്ഡലത്തിന് വേണ്ടി തന്ന് എല്ലാവരും ഒത്തുകൂടി കലാമണ്ഡലം കുടുംബാംഗങ്ങളുടെ കൂടെ പിക്നിക് ആഘോഷിക്കാമെന്ന തീരുമാനത്തിന് വളരെ നന്ദിയുണ്ട്. അതിന് നിങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാനായിട്ട് നമ്മളെ സഹായിച്ച കുറേ അംഗങ്ങളുണ്ട്.
അവരെ നന്ദി പറയാതെ പോകരുത് എന്നുള്ള, ആരും കേൾക്കാതെ പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. ക്ഷമിക്കണം. ആദ്യം തന്നെ നമുക്ക് രുചികരമായ ഭക്ഷണം തന്ന ജോർജേട്ടനും ഫാമിലിക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. കള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ല കള്ളായിരുന്നു, നല്ല കപ്പയായിരുന്നു, നല്ല ബീഫായിരുന്നു, നല്ല മീൻകറി ആയിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ലഞ്ച് ഒരുക്കി തന്ന രാജീവേട്ടൻ ടീമും കൂടെ രഞ്ജിത്തും ഷജിത്ത് ഷിനോജൻ ടീം, പിന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തന്ന ചായയും പഴംപൊരിയും തന്ന സുശീല ചേച്ചിക്കും സിനു ചേച്ചിക്കും പിന്നെ സിൻസിയുടെ അമ്മയ്ക്കും എല്ലാവർക്കും എൻ്റെ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഹോർഡിങ്സും ഈ പ്രിന്റിങ്ങും എല്ലാം നമ്മളെ സഹായിച്ച സജിത്തിനും, പിന്നെ ആർട്ട് വർക്ക്സ് ചെയ്ത് സഹായിച്ച ഷിനോജിനും, വീഡിയോ എടുത്ത് സഹായിച്ച ജോബിക്കും, കൂടാതെ നമ്മുടെ തുളസിയേട്ടൻ, സൂരജേട്ടൻ, ശ്രീരാജേട്ടൻ, സോപാനൻ ടീമല്ലാണ്ട് കൂടെ പാടിയ നമ്മുടെ സുഡു, അബി, പിന്നെ മനോജിന്റെ അമ്മ, കവിത ചൊല്ലി എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കൂടാതെ പറയാതിരിക്കാൻ പറ്റില്ല, സോണിയ ടീമിന്റെ ഡാൻസ് അതൊരു ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു വിചാരിക്കുകയല്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അവരുടെ എഫേർട്ടിനെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. ഒരു 3-4 ദിവസത്തിനുള്ളിലാണ് ഇത്രയും ദീർഘമായ ഒരു നൃത്തം ഇവിടെ അണിയിച്ചൊരുക്കാൻ അവർക്ക് സാധിച്ചതിൽ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ എഫേർട്ടിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ വേറെ എല്ലാം നമ്മൾക്ക് ഓരോ സഹായങ്ങൾ ചെയ്ത് ഓടി നടക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, ഈസി മെമ്പേഴ്സ് ചുണക്കുട്ടികളാണ്, പറയാതിരിക്കാൻ കഴിയൂല. അവരുടെ എഫേർട്ട് കൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഈ കല്ല് ഷാപ്പിൻ്റെയും ഈ ഹോർഡിങ്സും എല്ലാം അവരുടെ പ്ലാനിങ്ങും അവരുടെ എല്ലാം അവരുടെ പ്രയത്നമായിരുന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.